ഞാൻ പറഞ്ഞു എനിക്ക് ഇടിക്കണം എനിക്ക് ഇടിക്കണം ഇനി മേലെ എവിടെ കണ്ട അതെ അതെ ഞാൻ സ്റ്റേഷനിലാണ്. അപ്പം എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ അതെ വൈഫിനെ വിളിച്ചോളൂ, കാര്യങ്ങളൊക്കെ വൈഫ് ഡീൽ ചെയ്യും. ആ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വൈഫിനെ വിളിച്ചോളൂ. വീട് പണിയുടെ എല്ലാ കാര്യങ്ങളും വൈഫ് ഏറ്റെടുത്തരും. ആ വയ്ക്കും, എനിക്കൊരു കോളുണ്ട്. ആ ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ ആ സാർ സാർ ഓക്കെ സാർ. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാലും പോലീസുകാർക്കാണ് കിടക്കപ്പുറതില്ലാത്തത്. കഷ്ടമാണ്. ആ സാർ ഹലോ, ഇപ്പം മേളിൽ വിളി വന്നതാ. ഓ അവിടെ DDT പാർട്ടിയുടെ എന്തോ സമ്മേളനം നടക്കുന്നുണ്ട്, അവിടെ ഫോഴ്സിന് വിടണം. ഓ അതിനുള്ള ഏർപ്പാട് ചെയ്യണം. ഓ സാർ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. തായിരിക്കും ADGPയുടെ പുതിയ സർക്കുലർ വന്നിട്ടുണ്ട്. എന്താ സാറേ? ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കൈക്കൊള്ളാൻ. അല്ല അത് വേണമല്ലോ, അത് ഉള്ളതാണല്ലോ. അല്ല അതുണ്ട്. അത് മദ്യപിച്ച് വരുന്ന ആളിനെതിരെ മാത്രമല്ല, അവരുടെ മേലുദ്യോഗസ്ഥൻ ആരാണോ അവർക്കെതിരെ നടപടി എടുക്കാനാണ്. നമ്മളെന്ത് തെറ്റ് ചെയ്തിട്ടാ സാറേ? നമ്മളൊന്നും ചെയ്തില്ല. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള കുറേ പേര് പലതും കാണിച്ചു കൂട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഏതൊക്കെയോ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥർ പ്രശ്നം ഉണ്ടാക്കി, മദ്യപിച്ചിട്ട് പബ്ലിക്കായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അത് ADGPയുടെ ശ്രദ്ധയപ്പെട്ടു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കേണ്ടി വന്നേക്കുന്നത്. അപ്പോൾ ഈ കീഴുദ്യോഗസ്ഥർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമത്? അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടത് മേലുദ്യോഗസ്ഥൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് സാറേ. ഇതിപ്പോൾ ഇവിടെ വരുന്ന ക്രിമിനൽസിനെയും ഉള്ള പിടിച്ചുപറിക്കാരൊക്കെ നമ്മൾ നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും കൂടി നോക്കണം എന്ന് പറയുന്നത് വലിയൊരു കഷ്ടമുള്ള കാര്യമാണ് സാറേ. ഒരു കണക്കിനാണ് സാറേ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്ത് പോകണം. ഈ പറഞ്ഞ പോലെ 100 പ്രാരാബ്ധമായിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശീതള, താനീ പറയണൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ രണ്ടുപേരും കൂടി ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റുമോ? നമുക്ക് മേളിൽ വേറെ ഉദ്യോഗസ്ഥരുണ്ടല്ലോ. അപ്പോൾ അവർ തീരുമാനിച്ചിട്ട് അയക്കണതാണ് ഇതെല്ലാം. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. എൻ്റെ കൂട്ടത്തിലുള്ള ആരെങ്കിലും പ്രശ്നക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ എന്തേലും പ്രശ്നം ഉണ്ടായി തനിക്കെതിരെ വല്ല നടപടി ഉണ്ടായിട്ട് എന്നോട് കരഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഹലോ ഹലോ സുഹൃത്തുക്കളെ, ആളുകൾ വരട്ടെ ആരും വന്നിട്ടില്ല. ഹായ്, നമസ്കാരം. വിടമാട്ടെ സത്യജീവൻ. ഓക്കെ സുഹൃത്തുക്കളെ, ഞാൻ നിൽക്കുന്നത് പപ്പടപ്പടി പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലാണ്. പപ്പടപ്പടി പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്നിട്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാണ്. അതായത് ഈ പോലീസ് സ്റ്റേഷനിൽ ഒരൊറ്റ പോലീസുകാരും മര്യാദക്കാരായിട്ടുള്ള ആൾക്കാരില്ല. എല്ലാം കഞ്ഞികളാണ്, ഒരു കഥയില്ലാത്ത ആൾക്കാരാണ്. ഇപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങി പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഏതെങ്കിലും വഴിയിൽ പതുങ്ങി നിൽക്കും ഇവിടെയുള്ള ഈ പോലീസുകാർ, കഞ്ഞി പോലീസുകാർ പതുങ്ങി നിന്ന് നമ്മുടെ പോക്കറ്റിലുള്ള പൈസ അടിച്ചു മാറ്റലാണ് ഇവരുടെ പ്രധാന പരിപാടി. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു പോലീസുകാരനുണ്ടല്ലോ, സത്യത്തിൽ ഇവൻ പോലീസ് ആവേണ്ട ആളല്ല, ഇവൻ തെങ്ങിൻ്റെ മുകളിൽ കയറേണ്ട ആളാണ്. ഇവൻ തെങ്ങ് കയറ്റക്കാരനാണ് ശരിക്കും. ആ ആളെ പിടിച്ച് പോലീസുകാരനാക്കിയ ഇങ്ങനെ ഇരിക്കും. ആള് ഭയങ്കര
നമസ്കാരം. ഭയങ്കര കിഴങ്ങനാണ്, വൃത്തികെട്ടവനാണ്. ഇവനെ പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്തോ, ഇടി കൊടുത്തോ. എന്റെ ചൊറിയനെ കൊടുത്ത് ദേഹത്ത് തേക്കണ എന്തിനാണ്? പുള്ളിക്ക് എല്ലാ സ്റ്റേഷനിലും ഇത് തന്നെ പരിപാടി. മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അകത്ത് പിടിച്ചിടാടോ. അകത്ത് പിടിച്ചിട്ട് അവിടെ ഇട്ട് വാളും വെക്കും മൂത്രം ഒഴിച്ചിടും. അത് പിന്നെ ഞങ്ങൾ തന്നെ കഴുകേണ്ടി വരും. കൊടുത്താൽ അവിടെ ബോധം കെട്ട് വീണിട്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ പോകും. എന്തിനാ പണി കളയണ? മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. എടാ എസ്ഐനോട് പറയാന്ന്. അത് ഞാൻ പറയാൻ പറഞ്ഞില്ല, മിണ്ടരുത്. നോ പ്രോബ്ലം. നമ്മളൊന്ന് കെട്ടിയാണേ. സുഹൃത്തുക്കളെ, ഇതാ ഇപ്പം എന്നെ പിടിച്ച് തള്ളിയ ആളാണ് സുഗതം പോലീസ്. ആ പോലീസിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പിച്ച് ചെയ്ത് തുറന്ന് കാണിച്ചു തരാം. വിടില്ല ഞാൻ. വോയിസ് ഓഫ് സത്യശീലൻ. ആ അത് മനസ്സിലായി. വനിതാ പോലീസല്ലേ? ആ നീ നിന്റെ ഡ്യൂട്ടിയായി. എന്തൊക്കെ താത്തറാ. എന്താ കാണിക്കണം? അവിടെ ഉറച്ചിരിക്കേ. സാറിനോട് പറഞ്ഞോ? ആ എന്താണ് ചെവിയിൽ വീടിയാ? ആ അതിരുന്നോട്ടെ. എന്താ ഈ പൊതുസ്ഥലത്ത് വെച്ചിട്ട് മദ്യം കഴിക്കാൻ പറ്റില്ലെന്ന് അറിയില്ല. ഞങ്ങൾ കഴിച്ചിട്ടില്ല സാർ. പൊളിച്ചിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിട്ട് അപ്പോഴൊക്കെ സാറന്മാർ വന്നു, ഞങ്ങൾ അത് കളഞ്ഞു. കഴിച്ചിട്ടില്ല? കഴിച്ചിട്ടില്ല. ഇത് പൊട്ടിച്ച് ഗ്ലാസ്സിൽ ഒഴിച്ചോളൂ അല്ലേ? അതെ, അത്രേ ഉള്ളൂ. എന്തിനാ? ആകാശത്തേക്ക് ഒഴിക്കാനോ? കുടിക്കാൻ തന്നെ. ഇപ്പൊ നിങ്ങൾ കഴിച്ചിട്ടില്ലേ? ഇല്ല, കഴിച്ചില്ലേ? കഴിച്ചില്ല. ആ ബ്രീത്ത് അനലൈസർ എടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തേ. ആ കുഴപ്പമില്ല, കുടിക്കണ്ട. നോക്കട്ടെ കേട്ടോ. എന്താ പാല് കുടിക്കാൻ വന്നതാ? ഊതടാ. എന്താ കളിക്കാണോ? ഊതറയില്ലേ? ആ മതി 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 മതി. ഊതി പറപ്പിക്കേണ്ടത് എപ്പോഴും കംപ്ലൈന്റ് ആണല്ലോ. ഇത് എപ്പോഴത് ശരിയാവും? ഇല്ല സാറേ, അത് അയാളോ ഊതിപ്പിച്ചേ. അത് കംപ്ലൈന്റ് ആണ്. അത് അല്ലെന്നേ, കംപ്ലൈന്റ് വരാൻ ഒന്നുകൂടി ഒരു കഷ്ടം ആലോചിച്ചു. ഇന്നലെ കൂടി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ എങ്ങനെയാ അത് ശരിയാവാത്തത്? അതെ, അത് കംപ്ലൈന്റ് ആണ്. അത് നിങ്ങളൊരു കാര്യം ചെയ്യ്. നിങ്ങൾ പോയിക്കോ. ബീവറേജിന് 600 രൂപ മേടിച്ച സാധനം രാഘവട്ടന്റെ വീട്ടിൽ പോയി കഴിച്ചോളാം. ആയിക്കോട്ടെ. എന്താണ് ആ സാധനം തന്നിട്ടുണ്ടെങ്കിൽ രാഘവട്ടൻ നിനക്ക് 2 ബീഫ് റോസ്റ്റും കൂടി മേടിച്ചേരട്ടെ? ആയിക്കോട്ടെ. പോയടാ തല്ലുകൊള്ളാ പോ. ഇവിടൊക്കെ മാന്യത കാണിക്കാനുള്ള പ്രശ്നം. അല്ല സാറേ, അവര് ഊതിയത് ഇപ്പോഴാവും. അതെന്തോ ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിന്. അത് ഉണ്ടോന്നേ ഒന്നും കൂടെ ഊതി. ഊതറോ? കഴിച്ചിട്ടുണ്ട്. ഇന്നലെ കഴിച്ചത് കുറച്ച് ഓവറായിട്ട് മേലും കൈയൊക്കെ ഭയങ്കര വേനയായപ്പോൾ രാവിലെ ഒരു സ്വല്പം. അതെ, എല്ലാവരോടും കൂടി ഒരു കാര്യം ഞാൻ പറയാം. ADGPയുടെ സർക്കുലർ വന്നിട്ടുണ്ട്. ഇനി ഡ്യൂട്ടി ടൈമിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ മദ്യപിച്ചാൽ അയാൾക്കെതിരെ മാത്രമല്ല നടപടി എടുക്കുക, മേലുദ്യോഗസ്ഥർക്ക് വരെ പനിഷ്മെന്റ് ഉണ്ടാവും. അത് ഈ പറയണത് കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കേണ്ട സുഹൃത. വല്ലാത്ത അവസ്ഥയിലാണ് ഞാനൊക്കെ നിൽക്കുന്നത്. എന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. 10 പൈസ ഈ കയ്യിലില്ല. നട്ടം തിരിഞ്ഞിട്ടും നടക്കണത് എനിക്ക് ഇവരെ ബാധിക്കും. അതുകൊണ്ട് ഈ പറയണത് പറഞ്ഞ മനസ്സിലാവില്ലേ? എന്ത് ചെയ്യും? ഒരു ചാൻസ് കൊടുക്കിനി ഉണ്ടാവില്ല. ഞാൻ എനിക്കല്ലേ പറ്റിക്കോട്ടെ എന്ന് കരുതിട്ടായിരുന്നു. പക്ഷെ എന്റെ മേലുദ്യോഗസ്ഥർക്ക് പറ്റുമെങ്കിൽ ഞാൻ നിർത്തി. ഓ, അത് തനിക്ക് മനസ്സിലാവാത്തോണ്ടായിരുന്നു. നിർത്തി സാർ. സുധ, ഒരു കാര്യം പറഞ്ഞാൽ ഈ കളി നടക്കില്ല കേട്ടോ. സീരിയസ് ആയിട്ടാ പറഞ്ഞ, ഈ കളി നടക്കില്ല. നിർത്തി സാർ. വലിയ വിഷയമാണ് കേട്ടോ. ഇല്ല ഉണ്ടാവില്ല പറഞ്ഞു. വല്ല കാര്യം ഉണ്ടാവും രാവിലെ. സുഖി, താൻ എപ്പോഴും ഈ മേശ താങ്ങിയാണ് നിൽക്കണമെന്നില്ല. വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആ സുഗതന്റെ നേരെ ഒരു കണ്ണു വേണം. ഓക്കെ സർ. ആ ഞാൻ വരുമ്പോ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. സാറേ, എന്ത് വൃത്തികേടായി കാണിക്കുന്നത്?
ഏ ഉണ്ടല്ല ഇത് ചെയ്തു സാറിനോട് പറഞ്ഞല്ലോ. വിളിക്ക് ഇറങ്ങ പുറത്തേക്കാണ്. എന്താ എൻ്റെ ഉള്ളിൽ പരിപാടി? വയറിന് തീരെ സുഖമില്ല. രാവിലെ തൊട്ടിട്ട് ഭയങ്കര അന്റെ പോക്കറ്റിലെന്താ? ഒന്നുമില്ല. ആ പോക്കറ്റിലെന്താ എടുത്ത? വയറിന് സുഖമില്ലാത്ത കാരണം അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് കടല തന്നെയാണ് അല്ലേ? സുഖി അതിന്റെ ഉള്ളിൽ നോക്കി നോക്കി ഒന്നുമില്ല. ഇല്ലിരിക്കണ്ട, ഇല്ലിരിക്കണ്ട. ആ ഗ്ലാസ് കൊടുത്തോ. അതിന്റെ അടുത്തേ എന്താ സാറേ സാറേ ഇത് വയറിന് സുഖമില്ലാത്ത തന്നെ മരുന്നാവൂല അത് അല്ലേ? അല്ലേ സുഖ? എത്രയെന്ന് വിചാരിച്ചാണോ തന്നോട് പറയാം? നാണം വേണ്ടോ മനുഷ്യരായ? താൻ എന്തേ കാണിക്കണേ? രാവിലെ ആയി കഴിഞ്ഞാൽ കൈ ഇങ്ങനെ ഇറക്കിയ സാർ, ലാത്തി പിടിക്കാൻ പറ്റുന്നില്ല. താൻ ഈ തോന്നിയാസങ്ങൾ കാണിക്കുമ്പോ എന്റെ പണി വരുന്നത് എനിക്കാ. ആരും അറിയാണ്ട് കുടിക്കാം സാർ. സുഹൃത വെറുതെ മനുഷ്യൻ മെനക്കെടുത്തരുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാട്ടോ. സംഗതി നിങ്ങളുടെയൊക്കെ സീനിയർ ഓഫീസർ തന്നെയാണ് ഞാൻ. പക്ഷെ എന്റെ അവസ്ഥ എനിക്ക് അറിയില്ല. നിങ്ങളൊക്കെ കഷ്ടമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പറഞ്ഞ കുറെ നാളായിട്ട് എന്നും കഴിക്കുന്നു, പക്ഷെ ഒരാളും അറിയില്ല. ഇതിപ്പോ എങ്ങനെയാ? അല്ല അതെങ്ങനെയാന്നുള്ളല്ലോ വിഷയം സുഹൃത. അതെങ്ങനെയാന്നുള്ളല്ലോ. താൻ ഇത് നിർത്താനുള്ള ഉദ്ദേശം ഉണ്ടോ? നിർത്തണം എന്ന് അതിയായ ആഗ്രഹമുണ്ട് സാറേ. താൻ ഡി അഡിഷൻ സെന്ററിൽ പോവുക. ആ അവിടെ ഒരു 10-25 ദിവസം അങ്ങോട്ട് നിൽക്കുക. അപ്പൊ അവരുടെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അതൊക്കെ അങ്ങോട്ട് കഴിയുമ്പോൾ താൻ ഈ മദ്യപാനം അങ്ങോട്ട് നിർത്തി നല്ല കുട്ടപ്പനായിട്ട് ഇങ്ങോട്ട് വരും. എന്താ ചെയ്യാ സാർ? ഇനി തന്നെ നേരാക്കിയിട്ടുള്ള പരിപാടി അവിടെ ഉള്ളൂ. സാർ വിളിച്ചോ സാർ. അത് ഞാൻ അത് അതെന്താ ഈ അത് ഇതെന്തായാലും ചെയ്തോളാം. കളഞ്ഞത് ആ സാറ്